എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ എന്ന ഭാഗത്തു നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്, അതുകൊണ്ട് വിട്ട് കളയാതെ തന്നെ എല്ലാവരും പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം. ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്ന ഊർജോൽപാദനം. സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്ന ഊർജോൽപാദനം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന്റെ അടിസ്ഥാന തത്വം. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം. സമ്പുഷ്ട യുറേനിയം. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. എഥനോൾ ഏതുതരം ഇന്ധനത്തിന് ഉദാഹരണമാണ്? എഥനോൾ ഏതുതരം ഇന്ധനത്തിന് ഉദാഹരണമാണ്? ദ്രാവക ഇന്ധനം. ദ്രാവക ഇന്ധനം. ഒന്നുകൂടി. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്ന ഊർജോൽപാദനം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കർണാടക. എഥനോൾ ഏതുതരം ഇന്ധനത്തിന് ഉദാഹരണമാണ്? ദ്രാവക ഇന്ധനം. മീഥൈൻ ഏതുതരം ഇന്ധനത്തിന് ഉദാഹരണമാണ്? മീഥൈൻ ഏതുതരം ഇന്ധനത്തിന് ഉദാഹരണമാണ്? വാതക ഇന്ധനം. വാതക ഇന്ധനം. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഓക്സിജൻ. സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ തുടങ്ങിയവ ഏതുതരം ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്? സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ തുടങ്ങിയവ ഏതുതരം ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം തുടങ്ങിയവ ഏതുതരം ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്? പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം തുടങ്ങിയവ ഏതുതരം ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. ിണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജം അറിയപ്പെടുന്നത് എന്ത്? പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജം അറിയപ്പെടുന്നത് ഹരിതോർജം. ഹരിതോർജം. ഒന്നുകൂടി. മീഥൈൻ ഏതുതരം ഇന്ധനത്തിന് ഉദാഹരണമാണ്? വാതക ഇന്ധനം. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ. സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ തുടങ്ങിയവ ഏതുതരം ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം തുടങ്ങിയവ ഏതുതരം ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. സ്രോതസ്സുകളിൽ നിന്ന് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജം അറിയപ്പെടുന്നത് ഹരിതോർജം. എനർജി എന്നറിയപ്പെടുന്നത് ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത് ഹരിതോർജം. ഹരിതോർജം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ഊർജം അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ഊർജം അറിയപ്പെടുന്നത് ബ്രൗൺ എനർജി. ബ്രൗൺ എനർജി. ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജം. ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജം ബ്രൗൺ എനർജി. ബ്രൗൺ എനർജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. മുംബൈ ഹൈ. റാവത്ത് ഭട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റാവത്ത് ഭട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഡിസംബർ 14. ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത് ഹരിതോർജം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ഊർജം അറിയപ്പെടുന്നത് ബ്രൗൺ എനർജി.
ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജം ബ്രൗൺ എനർജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. റാവത്ത് ഭട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.